ലസിത പാലക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്, നീ മുസ്ലിം ആയതുകൊണ്ടാണ് നിൻ്റെ പേരിൽ മതസ്പർദ്ധക്ക് കേസെടുക്കുന്നത് എന്നുള്ളത്. ഞാനൊരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. 21 മണിക്കൂർ മുമ്പ് ഗുരുവായൂർ നടയിലത്തെ ഒരു വിഷ്വൽ കുറച്ച് കുട്ടികളുടെ അടുത്ത് പോസ്റ്റ് ചെയ്തത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടും അധികാരികൾ അത് കാണാത്തതുപോലെ നടിക്കുന്നതോ എന്നെനിക്കറിയില്ല. എൻ്റെ വീഡിയോ മറ്റൊരാളെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ പേരിൽ മതസ്പർദ്ധക്ക് കേസ്. എന്തല്ലേ? തീരെ തിരക്കില്ല കൈസ്. ഗുരുവായൂരിലല്ല, ഞങ്ങൾ പഞ്ചായത്തിൽ നമ്മുടെ ഗുരുവായൂർ നന്ദഗോവിന്ദ് ഭജൻസിന്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അതൊന്ന് പോയി കാണണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും നേരെ ഗുരുവായൂർക്ക് പോയി പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കുത്തിക്കേറിയിട്ട് നമ്മുടെ സ്റ്റേജിൻ്റെ ഒരു സൈഡിലൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് സ്റ്റെക്കായി. നമുക്ക് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒന്നും പോകാൻ പറ്റാത്ത വിധം അവിടെ സ്റ്റെക്കായി. പ്രോഗ്രാമൊക്കെ തുടങ്ങി, പക്ഷേ ശ്വാസം പോലും കിട്ടാത്ത അത്രയും ഒരു ക്രൗഡായിരുന്നു. ഗുരുവായൂരിലല്ല, ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾ ഭജനൊക്കെ കണ്ട് കൃതാർത്ഥരായി പോവുകയാണ് കൈസ്. ബൈ. സമയം കണ്ടില്ലേ? 21 മണിക്കൂർ മുമ്പ് ഹൈക്കോടതി ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കൂടി വെച്ചിട്ടുള്ള ഒരു റൂളാണ് അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡ് അല്ല എന്നുള്ളത്. എൻ്റെ ഒരു വീഡിയോ ആരോ ഒരാളെടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് മതസ്പർദ്ധക്ക് കേസ്. ഇതൊന്നും അധികാരികൾ കാണുന്നില്ല. ഈ 2 കണ്ണിലാണ് സമൂഹം എല്ലാവരെയും നോക്കി കാണുന്നത് എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി.